ഹായ്, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരികയാണ്. ഇന്ന് എൻ്റെ കൂടെ ഒരു സ്റ്റുഡൻറ്റ് നേഴ്സ് ഉണ്ടായിരുന്നു. അവൻ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സ്റ്റുഡൻറ്റ് നേഴ്സാണ്. അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചു, ഒരു ടെർമിനോളജിയാണ് ചോദിച്ചത്. ഗ്യാസ്ട്രിക് ഗ്യാവേജും എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടിക്ക് അറിയത്തില്ല. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഈവൻ നമുക്ക് പോലും ചിലപ്പോൾ ഡോക്ടർ ഗ്യാസ്ട്രിക് ലാവേജ് ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ ചില നഴ്സുമാർക്ക് അറിയണമെന്നില്ല, പഠിച്ചതാണെങ്കിൽ ഓർമ്മ വരണമെന്നില്ല. ഈ ടെർമിനോളജി നമ്മളധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് അപ്പോൾ ടെർമിനോളജി വെച്ച് പേടിക്കേണ്ട. ഗ്യാസ്ട്രിക് ലാവേജ് എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്ക് വാഷാണ്. വാഷിംഗ് ഔട്ട് ദ സ്റ്റൊമക്ക് കണ്ടൻറ്റ്. ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ പോയിസണിങ്ങിലും ഡ്രഗ് ഡോസായിട്ടുള്ള പേഷ്യൻസിനും പിന്നെ എന്തെങ്കിലും പ്രയർ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറിന് വേണ്ടിയൊക്കെ നമ്മൾ സ്റ്റൊമക്ക് വാഷ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഒരു ഫ്ലോ ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്ക് ടു ദ ഔട്ടാണ്. എന്നുവെച്ചാൽ സ്റ്റൊമക്ക് കണ്ടൻറ്റ് നമ്മൾ ഔട്ട് ചെയ്യുകയാണ്. വി ആർ യൂസിങ് എ ബ്രോഡ് വയർ ട്യൂബിങ്സ്. യൂഷ്വലി വി ആർ ടേക്കിംഗ് ദ ലെവിൻസ് ട്യൂബിങ്സ്. അതാണ് നമ്മുടെ ഗ്യാസ്ട്രിക് ലാവേജ് എന്ന് പറഞ്ഞാൽ. ഇനി ഗ്യാസ്ട്രിക് ഗ്യാവേജ് എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവർക്കും അറിയാമായിരിക്കും. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് NGT ഫീഡിങ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്മോൾ ബോർ വയർ ട്യൂബിങ്സ് വെച്ചിട്ടാണ്. എന്ന് വെച്ചാൽ റൈൽസ് ട്യൂബ് അല്ലെങ്കിൽ NGT ഫീഡ് ട്യൂബിങ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. നമ്മൾ നോസിൽ കൂടി ഇൻസർട്ട് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ കൊടുക്കും. അപ്പോൾ ന്യൂട്രീഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതെടുക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റിംഗ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ഓർ മെഡിക്കേഷൻ ഇൻ ടു ദ സ്റ്റൊമക്കാണ് ഗ്യാസ്ട്രിക് ഗ്യാവേജ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന സിമ്പിൾ ഒരു പ്രൊസീജിയറാണ്. പക്ഷേ ടെർമിനോളജി ഓർത്തിരിക്കുക. ഗ്യാസ്ട്രിക് ലാവേജ് എന്ന് പറഞ്ഞാൽ വാഷിംഗ് ഔട്ട് ദ സ്റ്റൊമക്ക് കണ്ടൻറ്റ്. ഗ്യാസ്ട്രിക് ഗ്യാവേജ് എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസിങ് ദ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ടു ദ സ്റ്റൊമക്ക്. താങ്ക് യു.